ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഏത് സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ്ങിലായാലും ശരി, ഡിന്നറിനായാലും ശരി ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീലിൻ്റെ റെസിപ്പിയാണ്. ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റു റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടല്ലോ, ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അല്പം മറന്നേക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിനുള്ള റൊട്ടി തയ്യാറാക്കിയെടുക്കണം. റാപ്പ് ചെയ്യാനുള്ള റാപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റവയുടെ പൗഡർ കേട്ടോ. സെമോലിന ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് അരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എടുക്കുന്നത് മൈദപ്പൊടിയാണ്. അതൊരു 2.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ പൊടി വെച്ച സെക്ഷനിലൊക്കെ ഉണ്ടാവും. റവ വെച്ച സെക്ഷനിലാണ് അതിൻ്റെ പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ റവയുടെ പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് നല്ല സോഫ്റ്റും അതുപോലെ ഒരു ച്യൂനസും കിട്ടും. അതിലുപരിയായിട്ട് നല്ലൊരു എലാസ്റ്റിക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. നല്ലൊരു സ്ട്രെച്ചബിൾ ആയിരിക്കും. നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനൊക്കെ ഒരു മൈദ മാത്രം എടുത്തതിനേക്കാളും ഒരു എലാസ്റ്റിസിറ്റി കിട്ടും നമ്മുടെ ആ ഒരു ഡോക്ക്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. അതിനൊരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 200 ml കപ്പാണ്. അതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. 200 ml കപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പൗഡറൊക്കെ എടുത്തിട്ടുള്ളത്. 200 ml കപ്പിൽ വെള്ളം എടുത്തിട്ട് കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നായിട്ട് ചേർക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാൻ മറന്നിട്ടുണ്ട്. അതിതാ ഈ ഒരു അവസരത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മൈദപ്പൊടി മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മളിപ്പോൾ എടുക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ അളവ് വേണ്ട. ഏകദേശം ഞാൻ 200 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 1.25 കപ്പിലധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ട്. റവയുടെ പൗഡർ ചേർത്തതുകൊണ്ടാണ് അത്രയും വെള്ളത്തിന് ആവശ്യം വന്നത്. അപ്പോൾ നന്നായിട്ട് കുഴക്കുക. ഈ ഒരു ഏകദേശം ഒരു 15 to 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഞാൻ അതിൽ നിന്ന് തന്നെ മാറ്റി ഇതിൽ നിന്ന് കുഴക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒട്ടിപ്പിടിക്കുക കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ പാത്രത്തിൽ തന്നെ വെച്ച് അല്ലെങ്കിൽ വലിയ തളി കണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അതല്ല നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയുടെ അതനുസരിച്ചിരിക്കും കേട്ടോ. പൊടി എത്ര അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. കുഴച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മുകളിൽ ഒരു പേപ്പർ അതുപോലെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് സമയം 20 മിനിറ്റ് സമയങ്ങളിൽ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിലോട്ടുള്ള ചിക്കൻ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം 350 to 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കറി പൗഡർ 1/2 ടീസ്പൂൺ, ചിക്കൻ സീസണിങ് ഉണ്ട് അതൊരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി പൗഡറും ചിക്കൻ സീസണിങ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൗഡർ, 1 ടേബിൾ സ്പൂൺ to 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കേണ്ടതിൽ അത് മാത്രമുള്ളായിരുന്നു. യോഗേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടട്ടോ, കുരുമുളക് പൊടിയുടെ ഒക്കെ. ഇതൊരു നോർമൽ എരിവിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. അതും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുത്താണ്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. 2-3 പൊട്ടറ്റോ എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് അത്രയും സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 മിനിറ്റ് സമയം ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേണം ഇതുപോലെ ഇലാസ്റ്റിസിറ്റി ആയിട്ട് വരണം നമ്മുടെ. അതുകൊണ്ടാണ് ആ റവ ചേർത്താൽ അങ്ങനെയാണ് കറക്റ്റായിട്ട് വരിക.
അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തും കൂടെ വെക്കാം. ഞാനിവിടെ 9 ബോളായിട്ടാണ് കട്ട് ചെയ്യുന്നത്, 9 റാപ്പായിട്ടാണ്. അപ്പോൾ ഈ ഒരു 9 എന്നുള്ളത് 10ഉം 12ഒക്കെ ആക്കാം കേട്ടോ, നിങ്ങളുടെ റാപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ ബോളാക്കി മാറ്റിയതിന് ശേഷം മുകളിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുവരെ അതൊന്നും കൂടെ വെയിറ്റ് ചെയ്യുന്നോട്ടെ, കുറച്ചും കൂടെ നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ അതിവിടെ കവർ ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് ഇനി ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതും അതിൻ്റെ ഒരു മണക്ക റോസ്മെല്ലൊക്കെ പോയി വരുന്ന സമയത്ത് അതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ഓൾറെഡി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളിയിലൊന്നും ചേർത്തിട്ടില്ല, ഓൾറെഡി ചിക്കനിൽ ഉപ്പുണ്ടല്ലോ, അത് മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഉള്ളിയിലൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്കാകുന്ന നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളപ്പുറത്ത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പൊട്ടറ്റോ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം എണ്ണയിലോട്ട് ഇടുക. പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടറ്റോ ഫ്രൈസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ അത് മതി. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കാകുന്നുണ്ട്. ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് ഇടുന്നത് ചീസിൻ്റെ ക്യൂബാണ്. അതൊരു 3 ക്യൂബ് എടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. എന്തെങ്കിലും ക്രീമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പൊട്ടറ്റോ വറുത്ത് കോരി എടുക്കുന്നുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് തീയുടെ കുറച്ച് വെച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക കരിഞ്ഞു പോകും. അപ്പോൾ അതോടെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ചീസിൻ്റെ ക്യൂബ് ഇതിൽ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തിക്ക് ക്രീമായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കുക്കിംഗ് ക്രീം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ചുടുവെള്ളമോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചീസിൻ്റെ ക്യൂബ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം എപ്പോഴും പറയുന്നതാണ് മയോനൈസോ ക്രീം ചീസോ എന്താച്ചോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി മൈദപ്പൊടി ഇട്ടിട്ട് കുറച്ച് പാലിട്ടിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പാലും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആക്കിയിട്ട് ചെയ്യട്ടോ. കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുൻപിൽ. അത് കുറേ അറിയുമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. ഞാനിവിടെ അത്യാവശ്യം വലിയ റാപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, അത് ഈ ഒരു ഏറ്റവും വലിയ ഇതിൻ്റെ ഈ റൗണ്ട് സൈസിനെ കണക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡോ വെച്ചിട്ട് പരത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം വളരെ തിന്നായിട്ട് പരത്തുന്നതുകൊണ്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ പാനിലോട്ട് മാറ്റുമ്പോൾ അത് ഇതായി പോവും, കേടൊന്ന് പോവും. അപ്പോൾ അതിനുകൊണ്ടാണ് ഈ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഞാൻ മാക്സിമം റൗണ്ടിൽ തന്നെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ അടിയിലുള്ള ആ പിക്ചർ വരെ കാണാം, അത്രയും തിന്നായിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ വെച്ച് പരത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിലോട്ട് എടുത്തിടാനൊക്കെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മറിച്ചിടുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പത്തിരിയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുഴുവനായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 75% ഒക്കെ ഇതിൽ കുക്കായി കിട്ടിയാൽ മതി. 75%. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. കണ്ടല്ലോ, നല്ല ഒരു സോഫ്റ്റായിട്ട് നമ്മളെ കയ്യിൽ ഇതുപോലെ പിടിക്കാനൊക്കെ പറ്റി നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70-75% കുക്കായതിൻ്റെ ശേഷം മാറ്റി വെക്കുക. അപ്പോൾ എല്ലാതും അതുപോലെ പരത്തിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക. അത് ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പരന്ന് പോവും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ അതിന് ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ, അതൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ അതെല്ലാം ഇതുപോലെ പരത്തി ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാപ്പിൻ്റെ സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കുക എത്ര വേണമെന്നുള്ളത്. ഞാൻ ഈ ഒരു സൈസിലാണ് ഇതെല്ലാം പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. കൈ കൊണ്ട് തന്നെ പരത്തുക, കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് പരത്തുക. അതുപോലെ നമ്മൾ പരത്താൻ വെക്കുന്ന ആ ഒരു സ്ഥലത്തും കുറച്ച് എണ്ണ ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കും. വളരെ തിന്നായിട്ട് തന്നെ കൈ കൊണ്ട് പരത്തിയെടുക്കാൻ പറ്റും.
പരത്തിയിട്ട് അപ്പോൾ ചുട്ടെടുക്കുക. ഓവറായിട്ടൊന്നും ചുടണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും ഒക്കെ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് റവയുടെ പൊടി എന്നുള്ളത്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ തന്നെയാണ്. അത് നമ്മൾ ഇച്ചിരി തരിത്തരിപ്പുള്ള റവയിൽ എടുക്കുന്നത്. ഇതിന് പൊടിയായിട്ട് തന്നെ, റവയുടെ പൊടിയായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഗ്രോസറി ഷോപ്പിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുൻപും ആ ഒരു റെസിപ്പി, റവ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കമൻസൊക്കെ വരുന്നുണ്ട് എന്താണ് റവ പൊടി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പുമാവ് തന്നെയാണ്. അതിൻ്റെ അത്ര തരിത്തരിപ്പല്ലാണ്ട് പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് കവർ ചെയ്ത് വെക്കുക കേട്ടോ, ഡ്രൈ ആക്കി ഓപ്പൺ ആക്കി വെക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇടാനുള്ള ഒരു സോസാണ്, മയോണൈസും കെച്ചപ്പുമാണ് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ലബ്ന വേണമെങ്കിൽ യൂസ് ചെയ്യുക, ക്രീം ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ പൊട്ടറ്റോ ഞാൻ അതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്, നമ്മൾ റാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് സോസൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെയും പൊട്ടറ്റോയുടെ ആ ഫില്ലിങ്ങും ചേർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതിയിട്ട്. മൊസറല്ല ചീസ് നെട്ടത്തിലോട്ട് മടക്കി വെക്കുക. അപ്പോൾ ചീസിന് പകരമാണെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വേണമെങ്കിൽ ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് മടക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഗ്ലൂ മൈദപ്പൊടിയുടെ ആ ഒരു പശ അതിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ ഉള്ളിലോട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ റാപ്പും ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ പറയണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിങ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 350-400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 റാപ്പിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്സ് ഇല്ലായിരുന്നു. അപ്പോൾ 7 റാപ്പ് റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചിക്കൻ്റെ അളവ് ഒരു 500 ഗ്രാം കൂട്ടി എടുക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൻ്റെ അളവ് കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ബട്ടറിലാണ് അത് മുരിച്ചെടുക്കുന്നത്. ബട്ടറിന് പകരം ഞങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട്, എല്ലാ ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കുക വേണ്ടതിന്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പിയാക്കി എടുക്കുക. നമ്മൾ നേരത്തെ ഓൾമോസ്റ്റ് ഒരു 70% നേരത്തെ കുക്കായതാണല്ലോ, ബാക്കി ഈ ഒരു ടൈമിലും അത് കുക്ക് ചെയ്ത് വരും. അപ്പോൾ അത് ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. കയ്യിൽ ചെറിയൊരു ഗ്ലൗസൊക്കെ ഇട്ടാൽ അതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗവും മുരിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ അതുപോലെ തന്നെ മുരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പാനൊന്ന് ക്ലീൻ ചെയ്തു, കാരണം ബട്ടർ ആയതുകൊണ്ട് ഓവർ ഹീറ്റായി വരുന്ന സമയത്ത് അതിൻ്റെ കളറ് ചേഞ്ച് ആവും. അപ്പോൾ അത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചതിന് ശേഷം വേറെ ഒരു പീസും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടറിന് പകരം ബട്ടർ തന്നെ ചേർക്കണമെന്നില്ല, ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 2 ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്ന വരെ രണ്ടും കൊണ്ടും മറിച്ചിട്ടതിന് ശേഷം സൈഡും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെ 7 എണ്ണമാണുള്ളത്, 2 എണ്ണം ബാക്കി വന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 ഗ്രാം ചിക്കൻ എടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മീലാണ്, നിങ്ങൾക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീലാണിത്. ഈവനിങ്ങിൽ അല്ലെങ്കിൽ നൈറ്റിലോ ഡിന്നറിനൊക്കെ കഴിക്കാം. ഈ ഒരൊറ്റ പീസ് മതി, 1-1.5 പീസൊക്കെ മതി കേട്ടോ. നോർമലി ഇത് കഴിക്കുന്ന ഒരാൾക്ക് അടിപൊളി റെസിപ്പിയാണ്. ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ ഞാൻ ഒരു മീഡിയം നോർമൽ ലെവലിൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫില്ലിങ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെയും പൊട്ടറ്റോയുടെ ഒക്കെ അളവ് കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഇൻഷാല്ലാ ഒത്തിരി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.